ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്ത് കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനും പാലക്കാട്ടെ വിജയരാഘവനും ചാലക്കുടിയിലെ NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി നാളെ പത്രിക സമർപ്പിക്കാനെത്തും. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക എന്നതും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നിലവിലുള്ള നരേന്ദ്രമോദി ഭരണത്തെ മാറ്റുക എന്ന സുപ്രധാനമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാവേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനത്തിനു വേണ്ടി പോരാടുന്ന പോരാട്ടത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയം ഇന്ന് അസ്വസ്ഥമായിരിക്കുക. അസ്വസ്ഥമായ ഈ രാജ്യത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ നേതൃത്വത്തിനേ കഴിയൂ. ഈ നാട്ടിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന തിരിച്ചറിവ് വോട്ടർമാരിൽ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ഇപ്പോഴുള്ള ഒരു പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ഒരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിനിടെ കോൺഗ്രസ് നേതാവ് T. ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസ് അംഗത്വം രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് ചുമതലകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. എന്നാൽ രാജി സ്വീകരിക്കില്ലെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും KPCC നേതൃത്വം അറിയിച്ചു. അതേസമയം 2011 ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന തങ്കമണി ദിവാകരൻ BJPയിൽ ചേർന്നു. തിരുവനന്തപുരത്തെ BJP ഓഫീസിലെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. എന്നോടും പല സ്ത്രീകളോടും കാണിക്കുന്ന അവഗണന ഈ പാർട്ടിയിൽ ഏറ്റവും വലിയ പാർട്ടിയെ ഉയർച്ചയിൽ എത്തിക്കാൻ വേണ്ടി ഈ കോൺഗ്രസ് രണ്ടായപ്പോൾ എന്ന് പറഞ്ഞാൽ K. കരുണാകരൻ മാറിപ്പോയപ്പോഴും ഇതിനകത്ത് നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. അന്ന് കുറച്ച് സ്ത്രീകളെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളാണ് എല്ലാ സ്ത്രീകളെയും അതുപോലെ പാർട്ടിയിലും പ്രവർത്തിച്ച് കൊണ്ടുവരാൻ നിന്നത്. പക്ഷേ അതുപോലെ തന്നെ സ്ത്രീകളോട് കാണിക്കുന്ന ബഹുമാനം കുറവ്. ഞാൻ കുറച്ച് നാളുകൊണ്ട് അതിനകത്തുനിന്ന് വിട്ടു നിൽക്കാൻ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ഞാൻ വിഭാവന ചെയ്തതും ഞാൻ സ്വപ്നം കണ്ട പാർട്ടി അല്ലാതെ ഈ പാർട്ടി മാറിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. എനിക്ക് അല്ല, ഞാനായിട്ട് പോയതല്ല, എനിക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു അതിനകത്ത്. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഈ ശരത്ചന്ദ്ര പ്രസാദിന്റെ രാജി സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലും ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ടോ? ശരത്ചന്ദ്ര പ്രസാദ് അതിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്ക് രാജിക്കത്ത് കൈമാറി എന്നാണ് പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കാണോ, അദ്ദേഹം KPCC അധ്യക്ഷനാണല്ലോ, രാജിക്കത്ത് കൈമാറേണ്ടത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അത് ഉറച്ചു നിൽക്കാനാണോ, രാജി തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് T. ശരത്ചന്ദ്ര പ്രസാദ് നേതൃത്വത്തിന് രാജിക്കത്ത് കൈമാറിയത്. തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള വ്യക്തി എന്നുള്ള നിലയിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് കൈമാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വങ്ങൾ രാജിവെക്കുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ചുമതലകൾ ലഭിക്കാത്തതിലെ അതൃപ്തിയാണ് ഇത്തരത്തിലൊരു രാജിയിലേക്ക് നയിച്ചത്. പല യുവ നേതാക്കൾക്കുൾപ്പെടെ പല മണ്ഡലങ്ങളുടെയും ചുമതല നൽകിയപ്പോൾ മുൻ MLA കൂടിയായ ശരത്ചന്ദ്ര പ്രസാദിന് ഒരു മണ്ഡലത്തിന്റെ ഒരു പ്രദേശത്തിൻ്റെയോ ചുമതല നേതൃത്വം നൽകിയില്ല. ഇതുമായി ബന്ധപ്പെട്ട കടുത്ത അമർഷമാണ് ഇദ്ദേഹം ഒരു രാജിക്കത്തിലൂടെ നേതൃത്വത്തിന് മുന്നിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ രാജി കാര്യവുമായി ബന്ധപ്പെട്ട KPCC നേതൃത്വം ചർച്ച നടത്തുമെന്നാണ് നിലവിൽ അറിയിക്കുന്നത്. രാജി അംഗീകരിക്കില്ലെന്നും പാർട്ടിയിൽ തുടരണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും BJPയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്.
അത്തരമൊരു ഘട്ടത്തിൽ മുൻ MLA കൂടിയായ ഒരു KPCC എക്സിക്യൂട്ടീവ് മെമ്പർ പാർട്ടി വിടുമ്പോൾ അത് വലിയ ദോഷമായിരിക്കും പാർട്ടിയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ആ ക്ഷീണം മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ തന്നെ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടതായാണ് നമ്മൾ അറിയുന്നത്. പിന്നെ മറ്റൊരു വിഷയം, ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിനില്ലെന്നാണ് ശരത്ചന്ദ്ര പ്രസാദിൻ്റെ പ്രതികരണം. തൻ്റെ വിഷയങ്ങൾ താൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് രാജിക്കത്ത് കൈമാറിയത്. ഇതിലെന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ അത് എടുക്കേണ്ടത് നേതൃത്വമാണെന്നും കാര്യങ്ങൾ നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇന്ന് തന്നെ തങ്കമണി ദിവാകരൻ എന്ന ഒരു മുതിർന്ന ജില്ലയിലെ കോൺഗ്രസ് നേതാവ് BJPയിൽ ചേർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ് പാർട്ടി വിട്ടത്. ഇതെല്ലാം വലിയ ദോഷമായിരിക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു മുൻ MLA, ഒരു KPCC എക്സിക്യൂട്ടീവ് മെമ്പർ രാജി സമർപ്പിക്കുന്നത്. BJPയിലേക്ക് പോകുന്ന അഭ്യൂഹവും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ചർച്ച നടത്തുന്നത്. എന്തായാലും പാർട്ടി നേതൃത്വം ഈ വിഷയം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്, പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ശരത്ചന്ദ്ര പ്രസാദും നിലവിൽ മറ്റ് തീരുമാനങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, പരസ്യ പ്രതികരണത്തിന് തയ്യാറുമല്ല. നേതൃത്വം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ പാർട്ടിയിൽ തന്നെ തുടരാമെന്നൊരു നിലപാട് അദ്ദേഹത്തിനുണ്ട് എന്നാണ് വിജയകുമാർ നമ്മൾ മനസ്സിലാക്കുന്നത്. യെസ്, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന്റെ തീരുമാനം അറിയിച്ചിട്ടില്ല. എന്താണ് തുടർ നടപടി? തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല നേതൃത്വം. ചർച്ച തുടരുന്നു എന്നതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് SDPI പിന്തുണ നൽകുന്നത് അപകടകരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഭീകരവാദ പരിശീലനം സിദ്ധിച്ചവരാണ് UDFന് പരസ്യ പിന്തുണ നൽകുന്നത്. രാഹുൽ ഗാന്ധിയും UDF നേതാക്കളും ഇത് പാർട്ടി നയമാണോ എന്ന് വ്യക്തമാക്കണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഭീകരവാദ പരിശീലനം വിദേശ രാജ്യങ്ങളിൽ നടക്കം അവർക്ക് പരിശീലനം സിദ്ധിച്ചു എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭീകരവാദ സംഘടനയാണ് കോൺഗ്രസ് പാർട്ടിക്ക് UDFന് ഇപ്പോൾ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലടക്കം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കും UDF നേതാക്കൾക്കും ഇത് അവരുടെ നയം തന്നെയാണോ, പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചോ ഇല്ലയോ എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം. അതിനിടെ K. സുരേന്ദ്രന്റെ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് SDPയുടെ പിന്തുണ തേടിയിട്ടില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ആളുകൾ വോട്ട് ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല, ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ അവരുടെ പിന്തുണയെ ആവശ്യപ്പെട്ടിട്ടില്ല. അവർ പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത്, അവരവരുടെ ഇഷ്ടപ്രകാരം. രഹസ്യ വോട്ടാണ്, ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ. SDPI UDFനെ സഹായിക്കുന്നത് LDFന് വെല്ലുവിളിയല്ലെന്ന് A. വിജയരാഘവൻ. ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ അവർക്ക് ഒരു പങ്കും വഹിക്കാനാകില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. അതൊരു വെല്ലുവിളിയാണോ? ഇതൊക്കെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ചില സംഘടനകൾ അവരുടെ നിലപാട് പ്രഖ്യാപിക്കും. SDPI നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോമപരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ UDFന് പിന്തുണ കൊടുത്തിരിക്കുകയാണ്. SDPIയുടെ പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല. അപ്പോൾ ആ നിലയിൽ ഞങ്ങളതിനെ കാണുന്നത്. എന്നാൽ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നായിരുന്നു RSP നേതാവ് ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. അജീഷ്, ഇതിൽ SDPI പിന്തുണ അത് UDFന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഒരു വിവാദം രൂപപ്പെട്ടു വരുന്നു. BJP അത് കോൺഗ്രസിനെ ആക്രമിക്കാനുള്ള ഒരു ആയുധമാക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കാണ് SDPI പിന്തുണ എന്ന് K. സുരേന്ദ്രൻ പറയുന്നത്. ഇത് ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധയാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന മട്ടിലാണ്. VD സതീശൻ പക്ഷേ ആ പിന്തുണ വേണ്ട എന്ന് പറയുന്നില്ല, അത് വ്യക്തിപരമായ തീരുമാനമാണ് വോട്ട് എന്ന് പറഞ്ഞൊഴിയുകയാണ്. എന്താണ് അക്കാര്യത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചയുടെ ഒരു പൊതു സ്വഭാവം? ഇത് വരും ദിവസങ്ങളിൽ മറ്റു തരത്തിലൊക്കെ BJP ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രതിരോധം ഉയർത്തുമോ KPCC?
വിജയകുമാർ, ഈ കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ഇതുവരെയ്ക്കും ജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നിർണായക ഒരു സ്വാധീന ശക്തി തന്നെയാണ് SDP. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ 10 സീറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. 2014 സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ തിരുവനന്തപുരം, കോട്ടയം ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അവർ 10,000-ലധികം വോട്ടുകൾ നേടിയിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ 40,000-ലധികം വോട്ടുകളാണ് SDP കരസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ചില മണ്ഡലങ്ങളിൽ, അതിൽ UDF ചെറിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചു കയറിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ SDP-യുടെ വോട്ട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് SDP-യുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തന്നെ പറയാത്തത്. പക്ഷേ ഈ SDP-യുടെ പിന്തുണ പരസ്യമായി സ്വീകരിക്കുകയാണെങ്കിൽ അത് BJP വലിയ രീതിയിൽ ദേശീയ തലത്തിൽ അത് രാഷ്ട്രീയ ചർച്ചയാക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അത് മുസ്ലിം ലീഗിൻ്റെ കൊടി, അത് പാകിസ്ഥാൻ്റെ കൊടി അടക്കമെന്നുള്ള രീതിയിൽ വലിയ പ്രചാരണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ SDP പരസ്യമായി ഈ പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി SDP-യുടെ വോട്ട് വാങ്ങിയാണ് വിജയിക്കുന്നതടക്കമുള്ള പ്രചരണം BJP ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് കരുതലോടെ തന്നെയാണ് UDF ക്യാമ്പ് ഈ രാഷ്ട്രീയ സംഭവ വികാസത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത്. കാരണം അവർ പരസ്യമായി ആരുടെയും പിന്തുണ ചോദിച്ചിട്ടില്ല. പക്ഷേ ഓരോരുത്തർ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവരുടെ വ്യക്തിപരമായ തീരുമാനം. അതുകൊണ്ടാണ് അവർ പരസ്യമായി ഈ പിന്തുണ തള്ളാത്തതും. ആ ഒരു പ്രതികരണമാണ് ഇന്ന് UDF നേതാക്കളുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VD സതീശനും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. SDP-യുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയുന്നില്ല. ഷിബു ബേബി ജോണും അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് നടത്തിയത്. പാലക്കാട് നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ്. കാലാകാലങ്ങളായി LDF ഭരിച്ചിരുന്ന ഒരു മണ്ഡലം. അവിടെ ഈ SDP-യുടെ 10,000-ലധികം വരുന്ന വോട്ട് സ്വാഭാവികമായിട്ടും LDF-ന് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇത് UDF ക്യാമ്പിലേക്ക് കൂട്ടത്തോടെ പോവുകയാണെങ്കിൽ വിജയരാഘവന്റെ വിജയത്തെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലും അത് ശരി ആജീഷ്, എന്തായാലും അതിനോടനുബന്ധമായി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. SDPI വർഗീയ പാർട്ടിയാണ് എന്ന് പറയാനില്ല എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രതികരിച്ചത്. SDPI പിന്തുണയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് എല്ലാവരുടെയും വോട്ട് വേണം, ആരെയും സർട്ടിഫൈ ചെയ്യാനില്ല എന്നും അത് ജനം വിലയിരുത്തട്ടെ എന്നുമാണ് രമേശ് ചെന്നിത്തല എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കച്ചത്തീവ് ദ്വീപ് വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി ആശയവിനിമയം നടത്തിയിട്ടില്ലെന്ന് ശ്രീലങ്കൻ മന്ത്രി ജീവൻ തൊണ്ടമാൻ. കച്ചത്തീവ് നിലവിൽ ശ്രീലങ്കയുടെ ഭാഗമാണ്. ഇന്ത്യ ഔദ്യോഗികമായി ഇടപെട്ടാൽ ശ്രീലങ്ക മറുപടി നൽകുമെന്നും ജീവൻ തൊണ്ടമാൻ വ്യക്തമാക്കി. കച്ചത്തീവ് വിഷയത്തിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുമ്പോഴാണ് ശ്രീലങ്കൻ മന്ത്രിയുടെ ഈ പ്രതികരണം. അതേസമയം വിഷയത്തിൽ BJPക്കെതിരെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭൂമി ബംഗ്ലാദേശിന് നൽകുകയാണ്, ഇതിനെക്കുറിച്ചൊന്നും BJPക്ക് പറയാനില്ലെന്നും ഫറൂഖ് അബ്ദുള്ള വിമർശിച്ചു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനേഷ്, എന്താണ് ഇക്കാര്യത്തിൽ ശ്രീലങ്കയുടെ അനൗദ്യോഗികമായ ഒരു പ്രതികരണമെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഔദ്യോഗികമായി ഇന്ത്യ ആശയവിനിമയം നടത്താത്തതിനാൽ ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകില്ല. പക്ഷെ എന്താണ് ശ്രീലങ്കൻ മന്ത്രി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ? വിജയകുമാർ, മന്ത്രി ജീവൻ തൊണ്ടേമൻ പറയുന്നത് നിലവിൽ കച്ചത്തീവ് എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ഭാഗമാണ്. കച്ചത്തീവ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്ന് BJP പറയുന്നു. പക്ഷേ ഔദ്യോഗികമായുള്ള ഒരു ഇടപെടലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായാൽ അതിന് കൃത്യമായ അർത്ഥത്തിലുള്ള മറുപടി അത് ഔദ്യോഗികമായി തന്നെ നൽകും എന്നുള്ളതാണ് ജീവൻ തൊണ്ടേമൻ പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സൗഹാർദ്ദപരമായാണ് നിലവിൽ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ അർത്ഥത്തിലുള്ള മറുപടി എന്തായാലും ശ്രീലങ്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വ്യാപകമായ തോതിൽ കച്ചത്തീവ് ചർച്ചയാകുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല, തമിഴ്നാട്ടിലാണ് ഏറ്റവും അധികം ഇത് വലിയ തോതിൽ ചർച്ചയാക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ശ്രീലങ്കയിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ കണക്ക് വരെ ഇന്നലെ വിദേശകാര്യ മന്ത്രി S ജയശങ്കർ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ ശ്രീലങ്കയിൽ പിടിയിലായ മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം, തമിഴ്നാട്ടിൽ നിന്ന് പോയ മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം, അവരിൽ നിന്ന് പിടിച്ചെടുത്ത ബോട്ടുകൾ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണമായി പറയുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ എതിർക്കാതെ നിന്ന DMK-യും ഒക്കെ നിസ്സാരമായി
വ്യക്തമായി ഈ കച്ചതീവ് ശ്രീലങ്കയ്ക്ക് നൽകിയതാണ് എന്നുള്ളൊരു വ്യാഖ്യാനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് എന്തായാലും BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വ്യാപകമായ തോതിൽ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ രീതിയിൽ തന്നെയാണ് എന്തായാലും മുൻപോട്ട് പോകുന്നത്. ശരി മനേഷ്, എന്തായാലും അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം ശ്രീലങ്കൻ മന്ത്രിയുടെ ഈ പ്രതികരണത്തെ കാണേണ്ടത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നായി പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകും. പുതുപ്പള്ളിയിൽ നിന്നാണ് ടോബി ചേരുന്നത്. ടോബി, എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്നത്? ഇന്നലെ ആ കുടുംബം വാർത്താ സമ്മേളനം നടത്തി എല്ലാ മണ്ഡലങ്ങളിലും, പരമാവധി എല്ലാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനെത്തും, ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവുമില്ല എന്ന് വിശദീകരിച്ചിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് വിവരങ്ങൾ ടോബി? വിജയകുമാർ, തീർച്ചയായിട്ടും വലിയൊരു അഭ്യൂഹങ്ങൾ, അതായത് ഉമ്മൻചാണ്ടിയുടെ മക്കളും BJPയിലേക്ക് പോകുമെന്നുള്ള ചില പ്രചരണങ്ങളൊക്കെ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നിരുന്നു. അതിനെതിരെ കൃത്യമായിട്ട് ഇന്നലെ തന്നെ അവരതിനെ പ്രതിരോധിക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രചരണ രംഗത്തേക്ക് കൂടി സജീവമായി ഇറങ്ങാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാവുന്നതുപോലെ മുൻകാലങ്ങളിൽ UDF-ന്റെ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും ഓടിയെത്തിയിരുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു അസാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ കുടുംബം എന്ന നിലയ്ക്ക് തങ്ങൾ ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം UDF-നൊപ്പം ഉണ്ടാകണം എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അടക്കം ഇപ്പോൾ ഈ കല്ലറയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്നോണം UDF സ്ഥാനാർത്ഥിക്ക്, കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക ഫ്രാൻസിസ് ജോർജിന് കൈമാറിക്കൊണ്ടാണ് ആ പ്രചാരണത്തിൽ ഭാഗമാകുന്നത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഈ പ്രചാരണ പരിപാടികൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം കൂടി അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ ഒപ്പമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ തീ കത്തിക്കുകയാണ്. അതിനുശേഷം കെട്ടിവെക്കാനുള്ള തുക കൈമാറും. അതിനുശേഷം മക്കളും അതുപോലെ തന്നെ ചാണ്ടിയുമ്മനും ഒക്കെ വിവിധ കൺവെൻഷനുകളിലടക്കം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് വൈകുന്നേരം അവർക്ക് പരിപാടികളുണ്ട്. കൂരപ്പടയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ചാണ്ടിയുമ്മനും അതുപോലെ തന്നെ മറ്റ് കുടുംബാംഗങ്ങളും എല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രചരണ രംഗത്ത് ഉമ്മൻചാണ്ടി ഇല്ലെങ്കിലും തങ്ങളുണ്ട്, കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം ഉണ്ട് എന്ന് വിളിച്ചു പറയുന്ന തരത്തിൽ എല്ലാ സജീവമായി തന്നെ ഈ പ്രചരണ രംഗത്ത് ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബം നൽകുന്നത്. എന്തായാലും രാവിലെ ഇപ്പോൾ പള്ളിയിലെത്തി, പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ കല്ലറയിലേക്ക് എത്തിയിരിക്കുന്നത്. കല്ലറയിലെത്തി മെഴുകുതിരികൾ കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോബി, വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പോൾ കോട്ടയത്ത് മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ വോട്ട് ചോദിച്ച് എല്ലാവരും എത്തും എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതായത് പ്രചാരണ രംഗത്ത് സജീവമാകും അടുത്ത ദിവസങ്ങളിൽ. അക്കാര്യത്തിൽ ഉയർന്ന ആശയക്കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കും, സജീവമായി പ്രചാരണ രംഗത്തുണ്ടാകും. അതാണ് കുടുംബം ഇന്നലെ അറിയിച്ചത്. ആ തരത്തിൽ കോൺഗ്രസ് നേതൃത്വം അവരുടെ പ്രചാരണ പരിപാടികളൊക്കെ ഇനി തീരുമാനിക്കും അല്ലേ? തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ചും പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് അവർ എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതികരണം അവരുടെ ഉണ്ടാകും. ഈ ഒരു കോട്ടയം മണ്ഡലത്തിൽ മാത്രമല്ല, ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും മണ്ഡലങ്ങളിലേക്ക് കഴിയുന്നത്ര ഓടിയെത്താൻ ഒരു ശ്രമം ഉണ്ടാകുമെന്ന് തന്നെയാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി ഒപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിന്ന സ്ഥാനാർത്ഥികൾ, ഇത്തവണയും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, അവർ കല്ലറയിലേക്ക് ഓരോ ദിവസവും എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. നിരവധി പേർ ഇവിടേക്ക് എത്തി. ഷഫി പറമ്പിൽ, അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറ്റവും അവസാനം എത്തിയ അദ്ദേഹമാണ്. അങ്ങനെ നിരവധി സ്ഥാനാർത്ഥികൾ ഈ കല്ലറയിലേക്ക്, അത് പ്രതിപക്ഷത്തുള്ള NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി വരെ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ജനകീയത ഇപ്പോഴും നഷ്ടപ്പെടാതെ ഉമ്മൻചാണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുടുംബത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ചും BJPയിലേക്ക് പോകുമെന്നുള്ള ഒരു ആരോപണമൊക്കെ ശക്തമായിട്ട് ഉയർന്നു വന്നത്. അതിനൊരു കൃത്യമായ മറുപടി അവർ നൽകി. അതോടൊപ്പം തന്നെ പ്രചരണ രംഗത്ത് അടിയുറച്ച് നിൽക്കാനും കൂടി തീരുമാനിക്കുന്നതിലൂടെ ശരി ടോബി, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് UDF-നായി പ്രചാരണത്തിന് ഇറങ്ങുകയാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം. പുതുപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് ചൈന പുനർനാമകരണം ചെയ്തതിനെതിരെ ഇന്ത്യ. ചൈനയുടേത് വിവേകശൂന്യമായ ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പേരുമാറ്റിയെന്ന് അവകാശപ്പെട്ടാൽ അത് വസ്തുതയാകില്ല. ഇത്തരം ശ്രമങ്ങളെ ശക്തമായി എതിർക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അരുണാചൽ ഇന്നലെയും ഇന്നും ഇനി അങ്ങോട്ടും എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ,
ഇക്കാര്യത്തിൽ ചൈന തുടർച്ചയായി നടത്തുന്ന ശ്രമങ്ങൾ, അതിനോടുള്ള കടുത്ത വിയോജിപ്പ് എക്കാലത്തും ഇന്ത്യ ഉയർത്താറുണ്ട്. ഈ പുതിയ നീക്കത്തോട് എങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, ഈ അരുണാചൽ പ്രദേശിലെ ഇന്ത്യയുടെ നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ഗ്രാമങ്ങളുടെ പേരുകളായിരുന്നു ചൈന പുനർനാമകരണം ചെയ്തത്. ഇതിൽ കടുത്ത വിയോജിപ്പാണ് ഇന്ത്യ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ചൈനയുടെ ഈ നീക്കത്തെ വിവേകശൂന്യമായിട്ടുള്ള ശ്രമമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്നു. ചൈന ഏതൊക്കെ നീക്കങ്ങൾ നടത്തിയാലും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയായിരിക്കും അരുണാചൽ പ്രദേശ് എന്നുകൂടി ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ചൈനയുടെ നടപടിക്കെതിരെ നടപടിയെ ശക്തമായി അപലപിക്കുന്നുവെന്ന് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡുവും പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ചൈനയുടെ ഈ നീക്കത്തിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതേസമയത്ത് കേന്ദ്രത്തിന്റെ വീഴ്ചയാണ് ഇത്തരം നീക്കങ്ങളിലേക്ക് ചൈനയെ നയിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം. ശരി അച്യുതൻ, എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ കടുത്ത വിയോജിപ്പ് ചൈനയെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇപ്പോൾ ഒരു പ്രധാന റിപ്പോർട്ട് വരുന്നത് ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ വലിയ മാവോയിസ്റ്റ് വേട്ട നടന്നു എന്നതാണ്. 8 മാവോയിസ്റ്റുകളെ സേന വധിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ആയുധങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ ഗുഡ് ആഫ്റ്റർനൂണിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വാർത്താമഴ ഇവിടെ അവസാനിക്കുകയാണ്.